പഴമക്കാർ പറയേ, കോഴിക്കോട് ഒരു ചുരമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്നേ കുനിയണമോ എന്ന്. ഡൗട്ട്സ് ആർ ഫെയിലിയേഴ്സ്. സംശയം നമ്മളെ തോൽവിയിലേക്ക് നയിക്കും. അത് പരിശ്രമിക്കാനായിട്ടുള്ള ആഗ്രഹത്തെ കുറയ്ക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചുള്ള 3ാമത്തെ ക്ലാസ്സാണിത്. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. എപ്പോഴും തുടക്കം സാവധാനമായി മതിയാകും. നമ്മൾ കുട്ടികളായിരുന്നു, നമ്മൾ കുട്ടികളെ കണ്ടിട്ടുമുണ്ട്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവര് ആദ്യ മാസങ്ങളിലൊക്കെ നിവർന്ന് തന്നെയാണ് കിടക്കുന്നത്. സാവധാനത്തിൽ അവർ കമിഴ്ന്നു പോകാൻ തുടങ്ങും. പിന്നെ അവർ പതിയെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കും, എഴുന്നേറ്റിരിക്കും. അത് കഴിഞ്ഞ് എന്തിലെങ്കിലും പിടിച്ച് അവർ പതിയെ എഴുന്നേൽക്കാൻ നോക്കും. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങും. പിന്നെ അവർ നടക്കാൻ തുടങ്ങും. അവര് വലിയ നടത്തക്കാരും ഓട്ടക്കാരുമായിട്ട് തീരും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. നമുക്ക് എന്തിനും ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റഡി ആയിരിക്കണം, ഉറച്ചതായിരിക്കണം. നമുക്ക് സംസാരിക്കാനായിട്ട് ഭയമുണ്ടോ? പബ്ലിക്കിനോട്. ഇരുട്ടിൽ നടക്കാൻ ഭയമുണ്ടെങ്കിൽ ഇരുട്ടത്ത് നടക്കുക തന്നെ ചെയ്യണം. ഇതാണ് സൈക്കോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. പബ്ലിക്കിനോട് സംസാരിക്കാൻ നമുക്ക് ഭയമുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭാഷണം തുടങ്ങി വെക്കണം. ഒരു ചായക്കടയിലാണെങ്കിൽ അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അനുദിന ജീവിതത്തിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് തുടക്കമിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. 10 പ്രാവശ്യം ആകുമ്പോൾ 11ാമത്തെ പ്രാവശ്യം നമ്മളത് ചെയ്യാനായിട്ട് തയ്യാറാവുക തന്നെ ചെയ്യും. ഫോബിയാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭയങ്ങൾ. ഭയമുള്ളൊരു വ്യക്തിക്ക് ഉയരങ്ങളിൽ കയറാനുള്ള ഭയമാണെന്ന് വിചാരിക്കും. സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യണമെന്നാ, അദ്ദേഹത്തെ കൈപിടിപ്പിച്ച് ആദ്യത്തെ ഒരു പടിയിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് സൈക്കോളജിസ്റ്റ് ഇങ്ങ് പിൻവാങ്ങും. അദ്ദേഹം കുറച്ചു നേരം അവിടേക്ക് നോക്കി നിന്ന് ആദ്യത്തെ പടി കയറാനായിട്ട് വലിയ കുഴപ്പമില്ല. സൈക്കോളജിസ്റ്റ് അവനെ 2ാമത്തെ പടിയിൽ കൊണ്ടെത്തുന്ന നിർത്തും. എന്നിട്ട് സൈക്കോളജിസ്റ്റ് പിൻവാങ്ങും, അവൻ അവിടെ നിൽക്കും. ഇങ്ങനെ അവനെ പതിയെ പതിയെ കയറ്റി ഉന്നതമായിട്ടുള്ളൊരു പ്രതലത്തിൽ കൊണ്ടുവന്ന് നിർത്തും. അവൻ്റെ ഭയം മാറുന്നു. അവൻ പതിയെ പടികൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. ഒരു ബിസിനസ്സുകാരനെ പബ്ലിക്കിനോട് സംസാരിക്കാനായിട്ട് ഭയങ്കര വലിയ ഭയമായിരുന്നു. അങ്ങനെ അവനൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഇതിനൊരു 3-4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ട് താങ്കൾ ഒരു പ്രസംഗം തയ്യാറാക്കണം. പ്രസംഗം തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ പടി താങ്കൾ കടന്നു കഴിയും. 2ാമത്തെ പടി, താങ്കളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2-3 വ്യക്തികളെ ഇരുത്തിയോ താങ്കൾ പറയാൻ പോകുന്ന കാര്യം ഒന്ന് പറയുക. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ 2ാമത്തെ പടിയും നമ്മൾ അതിജീവിച്ച് കഴിയും. 3ാമത്തെ പടി, അവിടെയുള്ള ബിസിനസ്സിൻ്റെ മേഖലയിലുള്ള കുറച്ച് ജോലിക്കാരെ കൂട്ടിയിട്ട് താങ്കൾ പറയാൻ പോകുന്ന പ്രസംഗം അവർക്ക് മുമ്പിൽ അങ്ങ് അവതരിപ്പിക്കുക. ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. 4ാമത്തെ സ്റ്റെപ്പ്, നാളെ താങ്കൾ അവതരിപ്പിക്കാൻ പോകുന്ന ആ ഗ്രൗണ്ടിലെ ഒരു സ്റ്റേജ് ഉണ്ടാകുമല്ലോ, ആ സ്റ്റേജിൽ പോയി നിന്ന് വെറുതെ ആ സമൂഹത്തോട്, ആ ഗ്രൗണ്ടിനോട് താങ്കളുടെ പ്രസംഗം അങ്ങ് പറയുക. 5ാമത്തെ ദിവസം സാധാരണയായിട്ട് എഴുന്നേൽക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, ഒരു 10 മിനിറ്റ് മുമ്പ് സ്റ്റേഡിയത്തിലെത്തുക, താങ്കളുടെ വിളിയും പ്രതീക്ഷിച്ചിരിക്കുക. അതിമനോഹരമായിട്ട് താങ്കൾക്ക് താങ്കളുടെ വിഷയം അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സുകാരൻ പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തെ പോലും
അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പ്രസംഗം പറയുവാനായിട്ട് ഇങ്ങനെയാണ് ആത്മവിശ്വാസം നമുക്ക് ജനിക്കുക. അതായത് അറ്റ് എ ടൈം, ആദ്യ സമയത്ത് അല്ലെങ്കിൽ എന്തിനും തുടക്കത്തിന് ആദ്യ സ്റ്റെപ്പേ ആവശ്യമുള്ളൂ. ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ മേഖലയിലും എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ പിന്മാറി നിൽക്കുന്ന മേഖലകളെ നമുക്കറിയാമല്ലോ. അറിയാമുള്ള ആ മേഖലകളെ നമുക്ക് മനസ്സിലാക്കിയിട്ട് എൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ എൻ്റെ ഫെയിലിയേഴ്സിന്, എൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ആ മേഖല ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ പടി. എന്നിട്ട് ഓരോ പടിയായിട്ട് നമ്മൾ മുന്നോട്ട് കയറുക എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ടുള്ള രണ്ടാമത്തെ ഘടകം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയതുപോലെ നമ്മൾക്ക് ബോധ്യമുള്ള വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സമീപിച്ച് അവരോട് സഹായം ചോദിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അറ്റ് എ ടൈം ഒരേ സ്റ്റെപ്പ് കയറി നമ്മൾക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഏറ്റവും നമ്മുടെ വിൽ പവർ എന്താണ്? നമ്മൾ തന്നെയാണ്. നമുക്ക് അസാധാരണമായിട്ടുള്ള ശക്തിയാണ്. ക്രൈസ്തവ വിശ്വാസമൊക്കെ അനുസരിച്ച് ദൈവത്തിൻ്റെ ശ്വാസമാണ് അവിടുന്ന് മണ്ണുകൊണ്ട് മനുഷ്യനുണ്ടാക്കി തൻ്റെ നിശ്വാസം അവർക്ക് നൽകിയെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. അപ്പൊ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ശ്വാസമാണ്. അപ്പൊ ദൈവത്തിന് സാധിക്കുന്നത് നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കുള്ള ശക്തി, നമുക്കുള്ള കഴിവുകൾ, നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ അപാരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ ആത്മവിശ്വാസം വളരാൻ തുടങ്ങും. ഏതെങ്കിലും മേഖലകളിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ലല്ലോ. നമ്മൾ പെർഫെക്റ്റ് ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ആയുധം എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യമാണ്. എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പടിയെങ്കിൽ രണ്ടാമത്തെ പടി ഞാനത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ബിസിനസ് മേഖലകളിലാകട്ടെ, സാധാരണ ജീവിതത്തിലാവട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സൊസൈറ്റിയുമായിട്ടുള്ള ജീവിതത്തിലാകട്ടെ, സുഹൃത്തുക്കളുമായിട്ടുള്ള ജീവിതത്തിലാകട്ടെ, നമ്മൾക്ക് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഉള്ള ഒരു വലിയ തീരുമാനം ആദ്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. എനിക്കത് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്. ഞാനത് ചെയ്യും, ഞാനത് ചെയ്തിരിക്കും. ഇതാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഇറങ്ങിത്തിരിക്കലാണ്. ഓരോ പടിയും വളരെ ശ്രദ്ധാപൂർവം ചവിട്ടിക്കയറലാണ്. ഓരോ പടിയും കഴിയുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും. ഇതിന് നമുക്ക് വേണ്ടത് എന്താണ്? തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പ് എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം വിജയങ്ങളുണ്ടാകും. പരാജയങ്ങളുണ്ടാകുമോ? പരാജയങ്ങളുണ്ടാകാം. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പരാജയങ്ങളെ മനസ്സിലാക്കി പരാജയങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കരുത്തും നമുക്കുണ്ടായിരിക്കണം. വിജയം മാത്രമുള്ള ഏതെങ്കിലും വ്യക്തികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? ഹെലൻ കെല്ലർ ചെവി കേൾക്കുന്നതല്ല, കണ്ണ് കാണുകയില്ല, സംസാരിക്കുക, ഒരു യോഗ്യതകളും ഇല്ലാത്ത വ്യക്തി എത്രയോ ഉയരങ്ങളിലേക്ക് ചെന്നെത്താനായിട്ട് അവർക്ക് സാധിച്ചു. അവരെ സഹായിക്കാനായിട്ട് കരുത്തറ്റ കരങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ്. ഒപ്പം അവരുടെ പ്രയത്നവും ആദ്യ സമയങ്ങളിലൊക്കെ വളരെ പരാജയമായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായത്. പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും അവരുടെ ആത്മവിശ്വാസം വളർന്നു വന്നു. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഐ ക്യാൻ. എനിക്ക് കഴിയും ആൻഡ് ഐ വിൽ. ഞാനത് ചെയ്തിരിക്കും. ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ, സെൽഫ് കോൺഫിഡൻസിൻ്റെ ആ പദവിയിലേക്ക്, ആ പടവുകളിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരിലേക്കൊക്കെ നമ്മളിത് എത്തിക്കണം. നമ്മളുടെ സന്ദേശങ്ങൾ എല്ലാവർക്കും ആത്മവിശ്വാസമുള്ളവരായിട്ട്, അതായത് നമ്മുടെ സമൂഹത്തിൽ കുറച്ചുപേരെ എപ്പോഴും ഉയർന്നു വരുന്നു, കുറച്ചുപേരെ എപ്പോഴും അതേ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് എനിക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, എനിക്ക് നൽകുന്ന കഴിവുകൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാകുന്നു. ഒപ്പം എൻ്റെ കുറവുകൾ, ഞാൻ ഈ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ വന്ന തടസ്സങ്ങൾ
പരിമിതികളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ ഒന്നൊന്നായിട്ട് തരണം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, മൂന്നാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിച്ച ഒരേ ഒരു വാക്കാണ് ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാനത് ചെയ്തിരിക്കും. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. വളരെ സാവധാനത്തിലുള്ള കയറ്റമാണ്, പടവുകളുടെ കയറ്റമാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. പെട്ടെന്നൊരു ദിവസം എല്ലാം നമുക്ക് നേടിയെടുക്കണമെന്നല്ല, മറിച്ച് വളരെ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾക്ക് ഒരു കൊച്ചുകുട്ടി എങ്ങനെ നടക്കാൻ പഠിക്കുന്നു, നടത്തക്കാരൻ അല്ലെങ്കിൽ നടത്തക്കാരിയാകുന്നു, അല്ലെങ്കിൽ ഓട്ടക്കാരൻ അല്ലെങ്കിൽ ഓട്ടക്കാരിയായിത്തീരുന്നു, അതുപോലെ വളരെ സാവധാനത്തിൽ തുടങ്ങി വളരെ സാവധാനത്തിൽ മനസ്സിലാക്കി ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ വളർത്തട്ടെ, ഉയർത്തട്ടെ എന്ന് നമ്മൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാം. നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ജീവിത വിജയത്തിൻ്റെ തന്തു എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമുള്ളവനെ എവിടെയും ചെന്നെത്താൻ സാധിക്കും. കുടുംബജീവിതത്തിൽ, സുഹൃത്തുക്കളുമായിട്ടുള്ള ജീവിതത്തിൽ, സൊസൈറ്റിയിൽ, ലോകത്തിൽ, തൊഴിൽ മേഖലകളിൽ എവിടെയും നമുക്ക് കയറി ചെല്ലുവാനായിട്ട് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകം എന്തെന്ന് ചോദിച്ചാൽ അത് ആത്മവിശ്വാസം മാത്രമാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ ഭാഷകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു തടസ്സമായിട്ട് തീരുന്നേയില്ല. എല്ലാം ആത്മവിശ്വാസത്തോടെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ബോധ്യത്തോടെ ഐ ക്യാൻ ഐ വിൽ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ക്ലാസ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സംരംഭത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് എല്ലാവർക്കും ഗുണകരമായിട്ട് തീരാനായിട്ട്, ലോ കോൺഫിഡൻസ് ഉള്ളവർക്ക്, സ്വയ വിശ്വാസക്കുറവുള്ളവർക്ക് ബോധ്യങ്ങളിലേക്ക് വരുവാനായിട്ട്, അവർക്കൊരു ത്രില്ലായിട്ട്, ചലഞ്ചായിട്ട് ജീവിതത്തെ മുന്നോട്ടുള്ള പ്രയാണത്തെ എടുക്കുവാനായിട്ട്, എല്ലാവരും സഹായിക്കാനായിട്ട് നമുക്ക് പരസ്പരം നമ്മുടെ ഈ മെസ്സേജുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റാനും ഉയർത്താനൊക്കെ ഞങ്ങളെ സർവ്വദാ സന്നദ്ധരാണെന്ന് അറിയിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.